ഹലോ ഗായ്സ്. സോ നമ്മൾ ആഡ്സിനിലെ നെക്സ്റ്റ് സക്സസ് സ്റ്റോറി ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സക്സസ് സ്റ്റോറി, ഇറ്റ്സ് എ ലവ് സ്റ്റോറി ബിറ്റ്വീൻ ദം. കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പിന്നെ ആഡ്സിൽ ഒരുമിച്ച് പഠിച്ച് അതിൻ്റെ ഇടയിൽ അവരെ കല്യാണം കഴിഞ്ഞ് ആൻഡ് ഇറ്റ്സ് എ കപ്പിൾ ഫ്രം അവർ മൾട്ടിമീഡിയ ബാച്ച്, മിസ്റ്റർ അസ്മീർ ആൻഡ് മിസ് നൂറ. ഹലോ. സോ ആഫ്റ്റർ മാരേജ് ആഡ്സിൻ ചൂസ് ചെയ്യാനും ആഡ്സിനെ തന്നെ മൾട്ടിമീഡിയ കോഴ്സ് ചൂസ് ചെയ്യാനും ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ ആദ്യം ഇതെടുക്കാനല്ലേന്ന് വിചാരിച്ചത്. അപ്പോൾ അസ്മർ വയ്യ ഇതറിഞ്ഞത് ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, മൾട്ടിമീഡിയ ഡിസൈന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഡ്സിങ് ലേണിംഗ് ഹബ്ബാണ്. അങ്ങനെ ഇതിനെ പറ്റി ഇൻട്രസ്റ്റ് ആയി ചേരാന്ന് വിചാരിച്ച് അങ്ങനെ. സോ അസ്മീർ എങ്ങനെയാണ് ആഡ്സിലേക്ക് കണക്ട് ആയത്? ഞാൻ ഒരു 1 ഇയർ മുന്നേ ഇവിടെ ഓൺലൈൻ സ്റ്റുഡൻറ്റ്. ഓക്കെ, നമ്മളെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാനും പിന്നെ ഒന്ന് ഇവിടെ ഒറ്റക്ക് വരുന്നല്ലേ. ഓക്കെ. ഓ, പാർട്ട്ണറിന് ഒരു കൂട്ടായിട്ട്. ഓക്കെ. ആവുന്നൊരു മൈൻഡ് സെറ്റിൽ. ഓ ഓക്കെ, ഒരുമിച്ച് നിങ്ങളെ ലൈഫ് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയാക്കുക എന്നുള്ള മൈൻഡ് സെറ്റ്. ഓക്കെ. ആഡ്സിൽ പഠിച്ചിറങ്ങിയ ശേഷം നിങ്ങൾ എത്ര പെട്ടെന്നായിരുന്നു പ്ലേസ് ആയത്? ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പ്ലേസ്ഡ് ആയി. ആസ് എ ഡെസിഗ്നേഷൻ എന്തായിരുന്നു? വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈൻ. അപ്പോൾ അസ്മീർ ആണെങ്കിൽ ഒന്നരാഴ്ച എടുത്തേക്ക്. 1.5 ആഴ്ച. ഓക്കെ. വർക്ക് ഫ്രം ഹോം ഒരു ദുബായ് ബെസ്റ്റ് കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. സോ അത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ നൂറയ്ക്കാണെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഡ്സിൽ തന്നെ 2-3 ലെവൽസ് ഓഫ് മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഫൈനൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുണ്ട്? ഫസ്റ്റ് ഇൻ്റർവ്യൂ നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് അറിയാണ്ട് പോയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു മോക്ക് ഇൻ്റർവ്യൂ. പിന്നെ അത് നല്ല തെറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇൻ്റർവ്യൂയിലേക്ക് വന്നേരം അതിൽ നിന്ന് കുറച്ചും കൂടിയും CV എല്ലാം നല്ലോണം ബെറ്ററാക്കാൻ പറ്റിയേക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ. പിന്നെ അതിൽ നിന്നും കുറച്ചും കൂടി ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ ഇൻ്റർവ്യൂ. അതിൽ നിന്ന് അന്നേരം പക്ക എല്ലാ പെർഫെക്ഷനിൽ ഡ്രസ്സിങ് ആയാലും TV നമ്മൾ എങ്ങനെ പോകണം, ഒരു കമ്പനിയിൽ എങ്ങനെ ഇതാക്കണ്ടേ, അതൊന്നും നല്ലോണം പഠിച്ചിട്ടാണ് നമ്മൾ പോയത്. അത് നല്ലോണം ഞമ്മപ്പോൾ റിയലായിട്ട് അറ്റൻഡ് ചെയ്തരോ നല്ലോണം മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ ഈവൻ അസ്മീർ ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ്. സോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഗൂഗിൾ മീറ്റ് ത്രൂ അല്ലെങ്കിൽ സൂം മീറ്റ് ത്രൂ ആയിരുന്നു ഇൻ്റർവ്യൂസ്? ഗൂഗിൾ മീറ്റ് തന്നെ. സോ അവിടെ നിങ്ങൾക്ക് നമ്മൾ ആഡ്സിന് പ്രൊവൈഡ് ചെയ്ത സെൽഫ് ഇൻട്രോ, പിന്നെ അതേപോലെ CVs, പോർട്ട്ഫോളിയോ ബിൽഡിങ്, പിന്നെ ഇമെയിൽ റൈറ്റിംഗ്, ഇതൊക്കെ എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഓൺലൈനിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ? ഓൺലൈനിൽ ഒന്നാമത് നമ്മൾ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ വഴിയാണ് CV പോർട്ട്ഫോളിയോ വയ്ക്കുക. അതിൽ ഫസ്റ്റ് ഓല് അയച്ച് പിന്നെ ഓല് ബേസിക് ഓരോ റൂൾസ് ഉണ്ടാവില്ലേ, ഇന്നത്തെ സമയങ്ങളിൽ ഇന്നേ ക്വാളിറ്റി സാധനമായിരിക്കണം, ഇത്ര സമയം ഇന്ന ദിവസം ഇത്ര പോസ്റ്റർ കിട്ടണം, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് ഓല് പറഞ്ഞിട്ട്. സോ അതിന് പുറമെ ആഡ്സിലെ വൺ ഓഫ് ദ ഹൈലൈറ്റഡ് പോർഷനാണ് ഓൺട്രപ്രണർഷിപ്പ് സെഷൻ. സോ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് സെഷനിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഗെയിൻ ചെയ്യാൻ പറ്റിയത്? നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യാം, ഒരു ക്ലയൻറ്റിൻ്റെ ബ്രാൻഡ് എത്രത്തോളം നമുക്ക് മാർക്കറ്റ് ചെയ്ത് അത് നമ്പർ 1 ആക്കാൻ പറ്റുമോ, അതെല്ലാം നമുക്ക് നമ്മളെ മെറലി സാറാണ്. ഒരു കമ്പനി ഇല്ലെങ്കിലും ഫ്രീലാൻസ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ ക്ലയൻ്റായിട്ട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് നിങ്ങളായിട്ട് തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ ക്ലയൻസിനെ? നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി തന്നെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്തത്. ഓക്കെ. നമുക്കിപ്പോൾ ആഡ് റൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ക്ലയൻറ്റ് കിട്ടി. അത് ഫസ്റ്റ് ക്ലയൻറ്റിന് അന്ന് തന്നെ രാത്രി ഗൂഗിൾ മീറ്റ് വെച്ച് അന്ന് തന്നെ ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളും റിക്വയർമെന്റ്സും ഇതെല്ലാം സെറ്റാക്കി ഓരോ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ഞാൻ അന്ന് തന്നെ പിറ്റേന്ന് തന്നെ എല്ലാ പരിപാടിയും തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിങ്, ബാക്കി അവരൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇനോഗ്രേഷനാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ എല്ലാം ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ സോ ഒരു ഡൗട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 2025 2026 ആവാനായി. സോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു AI ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പോൾ കോഴ്സിൻ്റെ ഒപ്പം തന്നെ കുറച്ച് AI ടൂൾസ് ആണെങ്കിലും AI ജനറേഷൻസ് ആണെങ്കിലും ലാംഗ്വേജ് സെഷൻസിലൂടെ പ്രോംപ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുണ്ട്? ഈ AI ടൂള് അത്യാവശ്യം നമുക്ക് നമ്മളെ പെട്ടെന്ന് വർക്കെല്ലാം ചെയ്ത് കൊടുക്കണ ഈ AI കൊണ്ട് നമുക്ക് കുറേ ഉപകാരമുണ്ട്. ChatGPT, Gemini, യെസ്
അങ്ങനെ AI ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ പരിപാടി ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്നൊരു ക്ലയൻറ്റിന് ഉപയോഗം വർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പോസ്റ്റർ സൈഡ്? ഈവൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് സൈഡ് എന്ത് കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ അല്ലാണ്ട് നിങ്ങൾ ചെയ്ത വർക്കിലേക്ക് കണക്ട് ചെയ്ത് ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓ ആ യെസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും വർക്ക് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഓ ഏകദേശം നമ്മളിപ്പോൾ ഒരു ഈ ആഡ്സിന് ദുബായിലേക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ചെയ്തിട്ട് അത് ChatGPT ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു അട്രാക്ട് ചെയ്ത് കളർ ഗ്രേഡിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ChatGPT പറഞ്ഞാൽ കറക്റ്റ് അല്ല അതേപോലെ ചെയ്ത് കിട്ടും. സോ അതിനുള്ള പ്രോംപ്റ്റിംഗ് ആണെങ്കിലും ആ ഒരു ഐഡിയ ജനറേഷൻ ആണെങ്കിലും അത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആഡ്സിന് തന്നെ നമ്മളെ മെൻറ്റേഴ്സ് ഇംഗ്ലീഷ് പ്രോഗ്രാമിലുള്ള മെൻറ്റേഴ്സ്, ഇംഗ്ലീഷ് മെൻറ്റേഴ്സ് ഒരു വഴി തന്നെ നമുക്ക് അത്യാവശ്യം പ്രോംപ്റ്റിൽ എങ്ങനെയാ പറയേണ്ടത് എല്ലാം ചെയ്യേണ്ടല്ലോ അവർ പറഞ്ഞത്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആണ്. സോ അവരെ മെൻറ്ററും കൂടെ ആയിരുന്നു ഞാൻ. അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണത് കാണാം. ഓക്കെ, അവർ ഫെയർവെല്ലിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ ഒരു കാര്യം എന്തായാലും നമ്മളെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയണം തോന്നി. അന്നൊരു ഇമോഷണൽ ഒരു ടൈമായിരുന്നു. എനിക്ക് ഇവരുള്ളതുകൊണ്ട് എനിക്കിത് പറയണം എന്നുണ്ടായിരുന്നു. സോ യെസ്, താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഓൾസോ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 4 months? പക്ഷെ വേഗം പോയ പോലെ ഉണ്ട് ഇനി 4 months. എല്ലാവരുമായിട്ട് നല്ല ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് എല്ലാവരോടും നല്ല കണക്റ്റായി. നല്ല മെൻറ്റേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അത് നല്ല കണക്റ്റ് ആയിട്ട് 4 മാസം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയാണ് പോയത്. ഓക്കെ. ഇപ്പോൾ ഈവൻ നിങ്ങളാണെങ്കിൽ ഉള്ള ഓപ്പണായി പറഞ്ഞാൽ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ട് വരുന്ന ടീംസാണ് രണ്ടുപേരും ഇവർ ഡെയിലി വിളിക്കൂ. ഡെയിലി അല്ലെങ്കിലും ഒക്കേഷണലി വിളിക്കൂ, സാറേ കുറച്ച് ട്രെയിൻ ലേറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. കുറച്ചൊക്കെ ലേറ്റ് കമ്മേഴ്സാണ്, ബട്ട് സ്റ്റിൽ അവർ അടിപൊളിയായിട്ട് തന്നെ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ അസ്മീറിനാണെങ്കിലും എങ്ങനെയാണ് ആ ഒരു ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് നിന്നാണ് വരുന്നത്, ട്രെയിനിലായിരിക്കും വരിക, ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വരണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 4 months കംപ്ലീറ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു 4 months അസ്മീറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു കോളേജ് വൈബ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഫാമിലി, നമ്മൾ അങ്ങനെ സാറ് ഇങ്ങനൊന്നുമില്ല. നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് എപ്പം ചോദിച്ചാലും പറഞ്ഞല്ലോ. ആൻഡ് ഓൾസോ സക്സസ് സ്റ്റോറി സീരീസിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വിൽ ബി ബാക്ക് സൂൺ. സോ യെസ്, ബൈ ഗൈസ്.